മല്ലികാമ്മേ, ഈ അമ്മ സംഘടനയിൽ ഒരു മെമ്മറി കാർഡ് വിവാദം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മല്ലികാമ്മ അത് അറിഞ്ഞു കാണും. ഈ മെമ്മറി കാർഡ് വിവാദത്തിൽ ഏറ്റവും കൂടുതൽ എതിർ സ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ആ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സമിതി വേണമെന്ന് കഴിഞ്ഞ ഈ അടുത്ത് പുതിയതായി ചേർന്ന അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതിൽ മല്ലികാ സുകുമാരനും ജഗദീഷും ദേവനും വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് കമ്മിറ്റിയിൽ നിന്ന് ഒരു ആരോപണം വന്നു. മല്ലികാ സുകുമാരൻ ലൂസ് ടോക്കറാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. മറ്റ് രണ്ടുപേർ ഏറ്റവും പ്രധാനമായി ഈ മാധ്യമങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരും വേണ്ട എന്നുള്ളൊരു കാര്യം വന്നു. മല്ലികാ സുകുമാരന് ലൂസ് ടോക്കർ എന്നാണ് അതിൽ നിന്ന് വന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. എന്താണ് മല്ലികാമ്മയ്ക്ക് പറയാനുള്ളത്? തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ലൂസ് ടോക്കാണെന്ന് വ്യാഖ്യാനിക്കരുത്. അത് ഭയം കൊണ്ടാണ്. ആ വാക്ക് ആ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഭയം ഉണ്ടെന്നർത്ഥം. വലിയ ചേച്ചി വിളിച്ചു പോവും എന്തെങ്കിലും കണ്ടാൽ അത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ ഞാൻ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ശ്വേതയോടുള്ള അഭിപ്രായം. പിന്നെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ സഞ്ജീവ് തൂക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ആണായാലും പെണ്ണായാലും. ഇവർക്കൊക്കെ ഇമാതിരി സംസാരങ്ങളെ കുറിച്ച് അത് എന്റെ ആധികാരികമായിട്ട് എന്റെ അറിവ് കൊണ്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞതിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞു ഞാൻ കേട്ട ഒരാള് ഇലക്ഷന്റെ തലേ ദിവസം കരഞ്ഞുകൊണ്ടാണ് എന്നെ ഫോണിൽ വിളിച്ചത്. എനിക്ക് ചേച്ചിയെ വന്ന് കാണണം, ചേച്ചിയുടെ കൈ പിടിച്ച് എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. ലൂസ് ടോക്കർ എന്ന് ഉദ്ദേശിച്ചതിന്റെ അതിന്റെ ഒരു വിവരണം ഞാൻ പറയാം. ഞാനിപ്പോൾ ആ കമ്മിറ്റി ഞാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ ആ കമ്മിറ്റി ചെന്നിരുന്നാൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മറച്ചു വെച്ചിട്ട് ഇനി ഒരു തരത്തിൽ സംസാരിക്കാൻ മല്ലികാ സുകുമാരനെ കിട്ടത്തില്ലെന്നുള്ളത് ടോപ്പ് ടു ബോട്ടം എല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ കണ്ടിട്ട് അത് പറയണ്ട അത് ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അയ്യോ പിടിച്ചില്ലെങ്കിലും വേണ്ടില്ല, കള്ളം പറയുന്നത് എങ്ങനെയാ മോളെ എന്ന് ഞാൻ ചോദിക്കും. അത് വളരെ വ്യക്തമായിട്ടറിയാം. അതിനെ ആയിരിക്കാം ഈ പറഞ്ഞ വ്യക്തി, മാന്യ വ്യക്തി ലൂസ് ടോക്ക് ആണ്, ചിലപ്പോൾ വിളിച്ച് കൂവിക്കളയും എന്ന് പറയുന്നതിന്റെ കാര്യം അതായിരിക്കും. അത് സത്യമാണ്. അപ്പൊ ഈ ലൂസ് ടോക്കർ എന്നുള്ള ആരോപണത്തിന് മല്ലികാ സുകുമാരന്റെ മറുപടി എന്താ? അവിടെ നടക്കുന്നത് ലൂസ് ടോക്ക് ആക്കി നമ്മൾ പുറത്ത് പറയണമെങ്കിൽ ഒരു പുസ്തകം എഴുതായിരിക്കും ഭേദം. പിന്നെ ലൂസ് ടോക്ക് എന്ന് പറയുന്ന ആള് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച നാടകമടക്കം ഒരുപാട് പേര് ഈ പറഞ്ഞ പലരെയും വേദനിപ്പിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ തുറന്ന് പറയാൻ ചങ്കൂറ്റം വേണം മോളെ. എനിക്കൊരു അബദ്ധം പറ്റി അന്ന്, ശരിയാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്തത് എന്താ പറഞ്ഞ ഒരു സ്ത്രീയല്ലേ അവരും പറയണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ലൂസ് ടോക്ക് എന്ന് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് പുള്ളിയുടെ ഒരു നിലപാട് വെച്ചോണ്ടായിരിക്കും.